പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് SSLC എക്സാമിനു വേണ്ടി SCERT കേരള പുറത്തുവിട്ട ഒരു ഗണിത മാതൃക ചോദ്യപേപ്പർ ആൻസർ കീ ഉൾപ്പെടുത്തി ഒന്ന് പരിശോധിക്കാം. സെക്ഷൻ എ. ചോദ്യം 1. 2, 5, 8 എന്ന സമാന്തര ശ്രേണിയിലെ പദമായത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഖ്യയാണ്? ഉത്തരം ഓപ്ഷൻ ബി 32. ചോദ്യം 2. ഒരു പരീക്ഷയിൽ 8 കുട്ടികൾക്ക് കിട്ടിയ സ്കോറുകൾ താഴെ കൊടുത്തിരിക്കുന്നു. 30, 36, 41, 44, 28, 33, 44, 40. മധ്യമ സ്കോർ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ടി 38. ചോദ്യം 3. 2, 5 എന്ന ബിന്ദുവിലൂടെ X അക്ഷത്തിന് സമാന്തരമായി ഒരു വര വരയ്ക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് ബിന്ദുവിലൂടെയാണ് ഈ വര കടന്നുപോകുന്നത്? ഉത്തരം ഓപ്ഷൻ എ 0, 5. ചോദ്യം 4. ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 40 ചതുരശ്ര സെന്റിമീറ്ററാണ്. ഈ ഗോളം മുറിച്ച് 2 തുല്യ അർദ്ധഗോളങ്ങളാക്കിയാൽ ഒന്നിന്റെ ഉപരിതല പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും? ഉത്തരം ഓപ്ഷൻ സി 30. ചോദ്യം 5. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn = 4n+1 ആണ്. ഈ ശ്രേണിയിലെ 10ാം പദത്തിനേക്കാൾ എത്ര കൂടുതലാണ് 15ാം പദം? ഉത്തരം ഓപ്ഷൻ ഡി 20. ചോദ്യം 6. p of x = x² - 6x + 8 എന്ന ബഹുപദത്തിന്റെ ചിത്രം x അക്ഷത്തെ മുറിച്ചുകടക്കുന്ന ബിന്ദുക്കളുടെ x സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ 2, 4. ചോദ്യം 7. ഒരു വരയുടെ സമവാക്യം 2x - y = 0 ആണ്. ഈ വരയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. 1. 1, 2 ഈ വരയിലെ ബിന്ദുവാണ്. 2, 2, 1 ഈ വരയിലെ ബിന്ദുവാണ്. 3. ഈ വര x അക്ഷത്തെ മുറിക്കുന്ന ബിന്ദു 1, 0 ആണ്. 4. ഈ വരയിലെ ഏതു ബിന്ദുവിന്റെയും x സൂചക സംഖ്യയുടെ 2 മടങ്ങാണ് y സൂചക സംഖ്യ. ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി 1, 4 ശരിയാണ്. ചോദ്യം 8. ചുവടെയുള്ള 2 പ്രസ്താവനകൾ വായിക്കുക. പ്രസ്താവന 1. കോണുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ആയ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം sin 50 ഡിഗ്രി, sin 60 ഡിഗ്രി sin 70 ഡിഗ്രി ആണ്. പ്രസ്താവന 2. ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം അതിന്റെ എതിർ കോണിന്റെ സൈനിനെ പരിവൃത്ത വ്യാസം കൊണ്ട് ഗുണിച്ചതാണ്. ഇനി താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ശരിയാണ് കണ്ടുപിടിക്കുക. ഉത്തരം ഓപ്ഷൻ സി. പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 1ന്റെ കാരണമാണ് പ്രസ്താവന 2. സെക്ഷൻ ബി. ചോദ്യം 9. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ കറുപ്പിച്ച ഭാഗത്താകാനുള്ള സാധ്യത എന്ത്? ഉത്തരം 60/360. ചോദ്യം 10. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 70ഉം 9ാം പദം 50ഉമാണ്. 1. ഈ ശ്രേണിയിൽ സ്ഥാനം ഓരോന്ന് കൂടുമ്പോൾ പദം എത്ര കുറയും? ഉത്തരം 5. 2. ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 0? ഉത്തരം 9ാം പദം = 50. 50 കിട്ടുന്നതിനാൽ 10 × 5 = 50. 10 സംഖ്യ കൂട്ടണം. 9 + 10 = 19ാം പദം. ചോദ്യം 11. എ 2, 3, 5 എന്നീ അക്കങ്ങൾ എഴുതിയ 3 കാർഡുകൾ ഉപയോഗിച്ച് 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്നു. 1. ഇത്തരം എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? ഉത്തരം 6. 2. ഇങ്ങനെയുണ്ടാക്കുന്ന ഒരു സംഖ്യ ഇരട്ടസംഖ്യയാകാനുള്ള സാധ്യത എന്താണ്? ഉത്തരം 1/3. 3. 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്താണ്? ഉത്തരം 1/3. ചോദ്യം 11b. ഒരു പെട്ടിയിൽ 6 കറുത്ത മുത്തുകളും 4 വെളുത്ത മുത്തുകളുമുണ്ട്. മറ്റൊരു പെട്ടിയിൽ 7 കറുത്ത മുത്തുകളും 8 വെളുത്ത മുത്തുകളുമുണ്ട്. 1. ഒരു പെട്ടിയിൽ നിന്നും ഒരു മുത്ത് വീതം എത്ര തരത്തിലെടുക്കാം? ഉത്തരം
10 × 15 150. 2. രണ്ടും കറുത്ത മുത്തുകളാകാനുള്ള സാധ്യതയെന്താണ്? ഉത്തരം 6 × 7 ഹരണം 10 × 15 42 ഹരണം 150. 3. ഒന്നെങ്കിലും വെളുത്തതാകാനുള്ള സാധ്യതയെന്താണ്? ഉത്തരം 1 - 42 ഹരണം 150 108 ഹരണം 150. ചോദ്യം 12. എ. ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 60ഉമാണ്. 1. രണ്ടാം പദത്തിന്റെയും അഞ്ചാം പദത്തിന്റെയും തുക എത്രയാണ്? ഉത്തരം 60/3 = 20. 2. അഞ്ചാം പദം എത്രയാണ്? ഉത്തരം 20 കുറയ്ക്കണം 5 = 15. 3. ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്രയാണ്? ഉത്തരം രണ്ടാം പദം = 5, അഞ്ചാം പദം = 15, എട്ടാം പദം = 25. 15 പദങ്ങളുടെ തുക = 25 ഗുണിക്കണം 15 375. ചോദ്യം 12b. 1. 10 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 3 അല്ലെങ്കിൽ 8 കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഉത്തരം 3, 8, 13, 18, etc. 2. ഈ ശ്രേണിയിലെ ഏതു പദത്തിനെയും 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എന്താണ്? ഉത്തരം 3. 3. ഈ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് സമർത്ഥിക്കുക. ഉത്തരം 3, 8, 13, 18, etc. 5 × 0 + 3, 5 × 1 + 3, 5 × 2 + 3, etc. ഈ ശ്രേണിയിലെ അടുത്തടുത്ത 2 പദങ്ങളെടുത്താൽ ആദ്യത്തെ പദം 5ന്റെ ഒരു ഗുണിതത്തിനോട് 3 കൂട്ടിയതും അടുത്ത പദം 5ന്റെ അടുത്ത ഗുണിതത്തിനോട് 3 കൂട്ടിയതുമാണ്. അതുകൊണ്ട് ഒരു പദത്തിൽ നിന്ന് അടുത്ത പദം കിട്ടാൻ 5 കൂട്ടിയാൽ മതി. ആയതിനാൽ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ചോദ്യം 13. 49 ആളുകളെ ഭാരമനുസരിച്ച് തരംതിരിച്ച പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നു. ഇവരെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചാൽ 1. എത്രാമത്തെ ആളുടെ ഭാരമാണ് മധ്യമഭാരമായി കണക്കാക്കുന്നത്? ഉത്തരം 49 + 1/2 = 25. 2. മധ്യമം കണക്കാക്കുന്ന സങ്കല്പമനുസരിച്ച് 22ാം ആളുടെ ഭാരം എത്രയായിട്ടാണ് എടുക്കുന്നത്? ഉത്തരം D = 10/10 = 1. 22ാമത്തെ ആളുടെ ഭാരം = 60 + അര = 60/2. 3. മധ്യമഭാരം കണക്കാക്കുക. ഉത്തരം 60/2 + 3 × 1 = 63/2. സെക്ഷൻ സി. ചോദ്യം 14. ഒരു വൃത്തത്തിന്റെ കേന്ദ്രം 2, 1, അതിലെ ഒരു ബിന്ദു 8, 9 ആണ്. 1. വൃത്തത്തിന്റെ ആരം കണക്കാക്കുക. ഉത്തരം 10. 2. വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. ഉത്തരം x - 2 2 + y - 1 2 = 10². കുട്ടികളെ, ഇനി ഓരോ ചോദ്യവും മുഴുവൻ വായിച്ച ശേഷം ഞാൻ ഉത്തരം വീഡിയോയിൽ കാണിക്കാം. ഓക്കെ? വീഡിയോ ലെങ്ത് കൂടും, അതുകൊണ്ടാണ്. ക്ഷമിക്കുക. ചോദ്യം 15. ചിത്രത്തിൽ ABCD ചതുരമാണ്. അതിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. 1. B, D എന്നീ മൂലകളുടെ സൂചകസംഖ്യകൾ എഴുതുക. 2. ABയുടെ നീളം കണക്കാക്കുക. 3. ACയുടെ നീളം കണക്കാക്കുക. ഉത്തരം. ചോദ്യം 16. എ. ചിത്രത്തിൽ ABCD ഒരു സാമാന്തരികമാണ്. 1. സിയുടെ സൂചകസംഖ്യകൾ കണക്കാക്കുക. 2. വികരണം ACയുടെ ചരിവ് കണക്കാക്കുക. 3. A, C ഇവയിലൂടെ കടന്നുപോകുന്ന വരയുടെ സമവാക്യം എഴുതുക. 4. ഈ വര ആധാരബിന്ദുവിലൂടെ കടന്നുപോകുമോ? എന്തുകൊണ്ട്? ഉത്തരം. ചോദ്യം 16b. ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് P, Q, R. 1. P, Q എന്നിവയുടെ സൂചകസംഖ്യകൾ കണക്കാക്കുക. 2. PR, AQ എന്നീ വരകൾ മുറിച്ചുകടക്കുന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യകൾ കണ്ടുപിടിക്കുക. 3. PQR എന്ന ത്രികോണത്തിന്റെ മധ്യമകേന്ദ്രം കണക്കാക്കുക.
സെക്ഷൻ ടി. ചോദ്യം 17. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒരെണ്ണം രണ്ടാമത്തതിനേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് 56 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. 1. ഈ വിവരങ്ങൾ ഒരു രണ്ടാം കൃതി സമവാക്യമായി എഴുതുക. 2. ചെറിയ വശത്തിന്റെ നീളം കണക്കാക്കുക. ഉത്തരം. ചോദ്യം 18. താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികൾ നോക്കുക. ശ്രേണി 1 5, 8, 11. ശ്രേണി 2 4, 7, 10. 1. ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? 2. രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? 3. ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെയെല്ലാം വർഗ്ഗം രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളാണെന്ന് തെളിയിക്കുക. ഉത്തരം. ചോദ്യം 19. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 2n² + 3n ആണ്. 1. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണ്? 2. ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 324? ഉത്തരം. ചോദ്യം 19b. 1, 4, 12, 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമായിരിക്കും എന്ന് തെളിയിക്കുക. 2. ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമാകുന്ന മറ്റൊരു സമാന്തര ശ്രേണി എഴുതുക. ഉത്തരം. സെക്ഷൻ ഇ. ചോദ്യം 20. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിനുള്ളിലെ P എന്ന ബിന്ദുവിലൂടെയുള്ള ഒരു ഞാണാണ് AB. വൃത്തത്തിന്റെ ആരം എത്രയാണ്? ഉത്തരം. ചോദ്യം 21. ആധാരബിന്ദു കേന്ദ്രമായ വൃത്തം X അക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബിന്ദുവാണ് A. വൃത്തത്തിലെ മറ്റൊരു ബിന്ദു C11 ആണ്. OABC എന്ന സാമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ചോദ്യം 22. ചിത്രത്തിൽ A, B, C, P എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. AC = BC ആണ്. ബിയിലെ തൊടുവരയാണ് BT. താഴെ പറയുന്ന കോണുകൾ കണക്കാക്കുക. 1. കോൺ ACB. 2. കോൺ CBT. ചോദ്യം 23A. ഒരു കെട്ടിടത്തിന്റെ മുകളറ്റം ഒരു കുട്ടി 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 10 മീറ്റർ മുന്നോട്ട് നടന്നതിനു ശേഷം നോക്കിയപ്പോൾ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. 1. തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഏകദേശ ചിത്രം വരയ്ക്കുക. 2. കെട്ടിടത്തിന്റെ ഉയരം കണക്കാക്കുക. ചോദ്യം 23B. നിരപ്പായ പ്രദേശത്തെ 2 കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം 15 മീറ്റർ ആണ്. ചെറിയ കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ വലിയ കെട്ടിടത്തിന്റെ ചുവട് 30 ഡിഗ്രി കീഴ്ക്കോണിലും മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിലും കാണുന്നു. 1. തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഏകദേശം ചിത്രം വരയ്ക്കുക. 2. വലിയ കെട്ടിടത്തിന്റെ ഉയരം കണക്കാക്കുക. ഉത്തരം. ചോദ്യം 24A. പാർട്ട് 1. ABC എന്ന ത്രികോണത്തിലെ അന്തർവ്യക്തം വശങ്ങളെ P, Q, R എന്നീ ബിന്ദുക്കളെ തൊടുന്നു. 1. APയുടെ നീളം x എന്നെടുത്ത് BQ, CR ഇവയുടെ നീളം എഴുതുക. 2. APയുടെ നീളം കണക്കാക്കുക. പാർട്ട് 2. XYZ എന്ന ത്രികോണത്തിലെ അന്തർവ്യക്തം XY എന്ന വശത്തെ T എന്ന ബിന്ദുവിൽ തൊടുന്നു. XY + XZ - YZ = 2XT എന്ന് തെളിയിക്കുക. ചോദ്യം 24B. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിന്റെ സമാന്തരമായ 2 തൊടുവരകളാണ് ABയും CDയും. ABയിലെ P എന്ന ബിന്ദുവിൽ നിന്നുള്ള തൊടുവര CDയെ Q എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. 1. OP എന്ന വര കോൺ APQവിന്റെ സമഭാജിയാണെന്ന് തെളിയിക്കുക. 2. കോൺ POQ = 90 എന്ന് തെളിയിക്കുക. ചോദ്യം 25. A. വശങ്ങളുടെ നീളം 12 സെന്റിമീറ്ററായ ഒരു സമചതുരവും
രണ്ടു വശങ്ങളുടെ നീളം 10 സെന്റിമീറ്ററായ 4 സമപാർശ്വ ത്രികോണങ്ങളും ഉപയോഗിച്ച് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കുന്നു. അതിന്റെ വ്യാപ്തം കണക്കാക്കുക. ഉത്തരം. ചോദ്യം 25B. ആരം 15 സെന്റിമീറ്ററായ വൃത്താകൃതിയിലുള്ള ഒരു ലോഹത്തകിടിൽ നിന്നും കേന്ദ്രകോൺ 216 ഡിഗ്രിയുള്ള വൃത്താംശം മുറിച്ചെടുത്ത് വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. 1. വൃത്തസ്തൂപികയുടെ ചരിവുയരം, ആരം, ഉയരം എന്നിവ കണക്കാക്കുക. 2. ഈ വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക. ചോദ്യം 26. പരിവൃത്ത ആരം 3.5 സെന്റിമീറ്റർ, രണ്ട് കോണുകൾ 32 ഡിഗ്രിയും 40 ഡിഗ്രിയും ആയ ത്രികോണം വരയ്ക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിങ്ങൾ വരയ്ക്കുമല്ലോ അല്ലേ? ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ABC എന്ന ത്രികോണം ലഭിച്ചു. ഇതിന്റെ പരിവൃത്ത ആരം 3.5 സെന്റിമീറ്ററും രണ്ട് കോണുകൾ 32 ഡിഗ്രിയും 40 ഡിഗ്രിയും ആയിരിക്കും. ചോദ്യം 27. പരപ്പളവ് 15 ചതുരശ്ര സെന്റിമീറ്ററുള്ള ഒരു ചതുരം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ചോദ്യം 28. 4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. കേന്ദ്രത്തിൽ നിന്നും 7 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക. കുട്ടികളെ, 4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ മുകളിൽ വിവരിച്ച രീതിയിൽ വരയ്ക്കാവുന്നതാണ്. ഈ ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി.